അങ്ങനെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചെടുത്തു നിന്നും കൂടുതൽ കോംപ്ലിക്കേഷനിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന മറ്റാരും കുറിച്ചല്ല, സിന്ധു കൃഷ്ണയെയും സിന്ധു കൃഷ്ണയുടെ അമ്മയും കുറിച്ചുമാണ്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കില്ല എന്ന് ഇരു കൂട്ടരും തീരുമാനം എടുത്തൊരു വിഷയമാണിത്. എന്നിട്ട് ഇങ്ങനെല്ലാം അവസാനിച്ച ഒരു പശ്ചാത്തലത്തിൽ എന്തിനാണ് വീണ്ടും പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കുന്ന പോലെ സിന്ധു കൃഷ്ണ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരുന്നത്? അതിന് ആവശ്യം എന്താണ് സിന്ധു കൃഷ്ണ? എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അതിലെന്തെങ്കിലും തെറ്റ് ഇല്ല. ഇത് നമ്മളായിട്ട് തന്നെ കൂട്ടി വായിക്കാൻ ശ്രമിച്ചാലേ കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. എന്തായാലും സിന്ധു കൃഷ്ണ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ അമ്മക്ക് ഇടയ്ക്കിടെ ചുരിദാറും സൽവാറും ദുപ്പാട്ടയും ഒക്കെ വാങ്ങി കൊടുക്കുന്നത് വളരെ നല്ല കാര്യം. അതിനൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ എന്ത് കാരണം കൊണ്ടാണെങ്കിലും നിങ്ങൾ അവർക്ക് കൊടുത്ത ഗിഫ്റ്റുകളൊക്കെ തിരിച്ചെടുത്ത് കൊണ്ടുപോകുന്നത് വളരെ മോശം പരിപാടിയാണ്. ഭയങ്കര വിനയാണല്ലോ. ഒരു പൊളിക്ക് പറയാം. ഒരു പക്ഷെ അമ്മ നിങ്ങളോട് ഒന്ന് പറയുകയാണ്, മോളെ നിങ്ങളെ വാങ്ങിച്ചെന്ന ചുരിദാറൊന്നും എനിക്ക് വേണ്ട, അത് ഞാൻ ഉപയോഗിക്കാറുമില്ല, നിങ്ങൾ എടുത്തോണ്ട് പോയിക്കോ എന്ന് അവർ പറയുകയാണെങ്കിൽ, അതിന് പിന്നോടിയായിട്ട് നിങ്ങൾ അത് എടുത്തോണ്ട് പോവുകയാണെങ്കിൽ പിന്നെയും ഓക്കെ. ഇത് പെട്ടെന്ന് അച്ഛൻ മരിച്ച ഒരു സാഹചര്യത്തിൽ വീട്ടിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്നു, അവർക്ക് വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റുകളൊക്കെ തിരിച്ചെടുത്തോണ്ട് പോകുന്നു, എന്നിട്ട് അതിനൊരു എക്സ്പ്ലനേഷനും. അത്രയ്ക്കും എളിമയാണ്. എളിമ കൊണ്ട് മാത്രം നാട്ടുകാർ മുഴുവൻ എളിമേട്ട എന്നാ വിളിക്കണേ. എനിക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻസോ നമ്മുടെ സൈഡിന്റെ ഒരു ക്ലാരിഫിക്കേഷൻസോ ഒന്നും തരാൻ ഞാൻ വലുതായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ഈ പിടിച്ചോടെ നിൽക്കുന്ന എന്റെ ഈ ഒരു മൊബൈലിനകത്ത് ഇതെല്ലാം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എല്ലാം എനിക്കുണ്ട്. പക്ഷേ അത് ഐ വിൽ നോട്ട് ഡു ഇറ്റ്. ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ഡു ഇറ്റ് എവർ. ഐ ഡോണ്ട് തിങ്ക് ഐ എവർ ഡു ഇറ്റ്. അതെ, എന്റെ ഭാഗം പ്രൂവ് ചെയ്യാനുള്ള എല്ലാ സംഗതികളും എന്റെ ഫോണിലുണ്ട്. പക്ഷെ അത് വെച്ച് ഞാൻ വീഡിയോ ഒന്നും ചെയ്യില്ല കേട്ടോ. പകരം എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഞാൻ ഓരോന്ന് അയച്ചു കൊടുക്കും. Then what the public says about public നമ്മളെ ജഡ്ജ് ചെയ്യുന്നതോ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നാണ് that's what I think. അതുകൊണ്ടായിരിക്കും നാട്ടുകാർക്ക് എല്ലാവർക്കും അമ്മ അച്ഛനെ തല്ലുന്ന വീഡിയോസ് ഒക്കെ ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത് അല്ലേ? നിങ്ങൾ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതും മറ്റൊന്നുമാണല്ലോ സിന്ധു കൃഷ്ണ. എനിക്ക് താങ്കളെ മനസ്സിലാവുന്നില്ല. നിങ്ങൾ തന്നെ പറയുന്നു പബ്ലിക് എന്ത് ജഡ്ജ് ചെയ്യുന്നു എന്നതിൽ ഒരു കാര്യമില്ല എന്ന്. എന്നിട്ട് ഇതേ നിങ്ങൾ തന്നെ നിങ്ങളുടെ അമ്മയും അച്ഛനെയും കുറിച്ച് നാട്ടുകാർക്കും ഓരോന്ന് ഇട്ട് കൊടുക്കുന്നു. എന്താ സിന്ധു കൃഷ്ണ ഇങ്ങനെയൊക്കെ? ഇനിയും ഈ നാടകം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോണോ? And all the other misunderstandings that is there, എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ക്ലാരിഫിക്കേഷനും ഐ ഡോണ്ട് വോണ്ട് ടു ഗിവ്. എനിക്ക് എൻ്റെ വീഡിയോയിലൂടെ എനിക്കത് പറയാൻ താല്പര്യമില്ല. നമ്മളെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിച്ചാൽ മതി. എല്ലാത്തിൻ്റെ പിന്നിലും ദർ ആർ അജൻഡാസ് ആൻഡ് സർട്ടൻറ്റീസ്. ഇപ്പൊ ഈ ഒരു സംഭവം ഇപ്പൊ ഇങ്ങനെ ഒരു സിംഗിൾ വീഡിയോ പോലെ വന്നില്ലായിരുന്നെങ്കിൽ ഓവർ ദ വരാൻ പോകുന്ന മറ്റു പലരുടെയും വീഡിയോസിലൂടെ ലിറ്റിൽ ബിറ്റ് ഓഫ് സർട്ടൻ തിങ്സ് കൂടെ ആക്കാം എന്ന് നിങ്ങളൊക്കെ ചോദിക്കും, എന്ത് പറ്റി എന്താ അമ്മയുടെ അടുത്ത് പോകില്ലേ, അമ്മ എന്താ നിങ്ങൾ കാണുന്ന വീഡിയോസിൽ കാണുന്നില്ലല്ലോ. സോ അതുപോലത്തെ ടോക്സ് വുഡ് ഹാവ് കം ത്രൂ ഔട്ട്. ഇനിയിപ്പോ എന്തായാലും ആരും വന്ന് എന്റെ അടുത്ത് ചോദിക്കത്തില്ല. അതെ, അങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെ എന്റെ അമ്മ അച്ഛനെ തല്ലുന്നതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി കയറി വരും. എന്നാ പിന്നെ ഞങ്ങള് പോട്ടെ, ഇറങ്ങി പോടെ മണി. എന്നാ നമുക്ക് പോവാം. പൊന്നും മലവാരത്ത് പൊന്നമ്മ നേർവഴി തന്നൊരു പെണ്ണ്